അപ്പോഴാണ് ഈശോ പറയുന്നത് എന്താണ്? ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരുമില്ല. അതൊരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ന് ലോകത്തില് ഒത്തിരി നന്മകൾ നമ്മൾ കാണാറുണ്ട്. നന്മകൾ
ഇന്ന് ഒത്തിരി പേർക്ക് കൺഫ്യൂഷനുമാണ്. ഒത്തിരി ദൈവങ്ങൾ നമ്മുടെ ചുറ്റുപാടൊക്കെ ഉണ്ടായി വരുന്ന ഒരു കാലഘട്ടമാണ്. കുട്ടി ദൈവങ്ങൾ അവരെല്ലാം ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടു കഴിഞ്ഞാൽ യേശുക്രിസ്തു ചെയ്തതിനേക്കാളും വലിയ കാര്യങ്ങളാണ് അവർ, നല്ല കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സംശയമാണ്, ക്രിസ്ത്യാനിക്ക് സംശയമാണ്, ഇനി അതാണോ ഒറിജിനൽ ദൈവം, അതോ ഇനി യേശു തന്നെയാണോ ഒറിജിനൽ ദൈവം, ഇനി രണ്ടാമത് ഒന്നാണോ ഒരു സംശയം ഉണ്ടാവും. എല്ലാവരും നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുക. ഈ കാലഘട്ടത്തിൽ നന്മകൾ ഒത്തിരി നടക്കുന്നുണ്ട് അല്ലേ? നിങ്ങളും കുറെ നന്മ ചെയ്യുന്നുണ്ടാവും. പ്രത്യേകിച്ച് നോയമ്പ് കാലഘട്ടത്തില് എന്ത് നന്മ ചെയ്യുന്നത്? ഇറച്ചിയും മീനും പാലും കഴിക്കാതിരിക്കുക, എല്ലാ ദിവസവും പള്ളിയിൽ പോവുക, എല്ലാ വെള്ളിയാഴ്ചയും കുരിശിന്റെ വഴി എത്തിക്കുക. ഇന്നിവിടെ കുറെ പേര് ഇല്ലാത്ത കുരിശിന്റെ വഴിക്ക് പോയിട്ടുണ്ടാവും, വെള്ളിയാഴ്ച ദിവസമില്ല. അത് വിട്ടിട്ടുള്ള കളിയില്ല. ഇങ്ങനെ ഒത്തിരി നന്മകൾ ചെയ്ത് നമ്മൾ നടക്കുകയാണ്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ സഹോദരങ്ങളെ, എന്താണ് നന്മ? യേശു ഇവിടെ വളരെ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുകയാണ്. ദൈവമല്ലാതെ വേറൊരുവനും നല്ലവനായിട്ടില്ല. നന്മ എന്ന് പറയുന്നത് എന്താണ്? ദൈവമാണ്. അപ്പൊ നന്മകൾ എന്ന് പറഞ്ഞാൽ എന്തായി മാറും? ദൈവത്തിന്റെ വചനമാണ് നന്മകൾ. അത് പ്രവർത്തിക്കലാണ് എന്തെന്ന് പറയുന്നത്? നന്മ എന്ന് പറയുന്നത്. ദൈവവചനം എന്താ പറയുന്നത്? ഇവനോടൊരു കാര്യം പറഞ്ഞു. ഈശോ അവനോട് ചോദിച്ചു, പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, വഞ്ചിക്കരുത്, അരുത് 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 അരുത്. This is Old Testament. Do not kill, do not steal, do not commit adultery. All do nots. That is the Old Testament. Do not eat meat. Do not eat fish. Do not drink milk. Do not eat egg on Lent period. നമ്മളെല്ലാം പാലിക്കുന്നുണ്ട് അല്ലേ? ഇതൊന്നും ഞാൻ കഴിക്കുന്നില്ല. ഇവന് പറഞ്ഞു, ഇതെല്ലാം ഞാൻ പണ്ട് തൊട്ടേ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ചെറുപ്പം മുതലേ. എപ്പോ തൊട്ടാണ്? ഇവയെല്ലാം ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പാലിക്കുന്നുണ്ടോ ഇതൊക്കെ? ഡു നോട്ട്സ്, ആബ്സ്റ്റിനൻസ് അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ചില ആക്ടിവിറ്റീസിൽ മാറി നിൽക്കുക. ഡു നോട്ട് ചെയ്തില്ലേ? കൈപൊക്കിയത് ഇതിന് തന്നെയല്ലേ? നിങ്ങളെല്ലാം നോയമ്പ് നോക്കുന്നുണ്ടല്ലേ? ശരിയാണോ? യെസ്. But Jesus said a new commandment. അതുകൊണ്ടാണ് യോഹന്നാൻ വരെ നിയമവും പ്രവാചകന്മാർ. നിയമം എന്താ പറയണത്? അരുതുകളാണ്. പഴയ നിയമം അരുതുകൾ. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അരുതുകൾ. But when Jesus came, the New Testament, the kingdom of God came, the commandment has been changed. അരുതുകൾ മാറി, ചെയ്യുക ആയി മാറി. Do something. എന്താ ചെയ്യാൻ പറഞ്ഞവനോട്? നിനക്ക് പൂർണ്ണത വരണമെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. ചെയ്യാണ്ടിരിക്കാനല്ല ഞാൻ പറയുന്നത്. ഡു സംതിങ്. എന്താ ചെയ്യേണ്ടത്? നിനക്കുള്ളത് മുഴുവനും വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ വന്ന് അനുഗമിക്കുക. ഞെട്ടിപ്പോയി. മുട്ടയിൽ തന്നെ നിന്ന് ചാടി എഴുന്നേറ്റുപോയി. ദൈവത്തെ കൽപ്പന 22-ാമത്തെ വചനം പറയാണ്, ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി. വചനം, യേശുവിന്റെ വചനം.
നിങ്ങളോട് പറയുന്നു, ഇന്നത് ചെയ്യുക. യേശു ഒരിക്കലും ഒരു അരുതുകളും പറഞ്ഞിട്ടില്ല. എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇന്നത് ചെയ്യരുതെന്ന്? ഇല്ല. യേശു പറഞ്ഞത് മുഴുവൻ ഡു ഡു. എന്താ ഡു പറഞ്ഞിരിക്കുന്നത്? യേശു ഒരു സ്ഥലത്ത് ഇറച്ചി മീനും കഴിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഈശോ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. പുതിയ 10 കൽപ്പനകൾ കേട്ടിട്ടുണ്ടോ? യേശുവിന്റെ പുതിയ 10 കൽപ്പന അറിയാം എന്തൊക്കെയാണ്? അതിൻ്റെ അകത്ത് ഡു നോട്ട്സ് ഇല്ല, അരുതുകളില്ല. കേൾക്കണോ? ചെയ്യുവോ? ധൈര്യമുണ്ടോ? ധൈര്യമുള്ളവരുടെ കൈവക്കാമോ? ചെയ്യണം. ഈ നോയമ്പ് കാലത്ത് പെട്ടെന്ന് താത്തല്ലേ ഒക്കെ പിടിച്ച് മറ്റേ ചെയ്യാൻ വളരെ സുഖ. ഇറച്ചി കഴിക്കാണ്ടിരിക്കുക, മീൻ കഴിക്കാണ്ടിരിക്കുക, TV കാണാണ്ടിരിക്കുക, സിഗരറ്റ് വലിക്കാണ്ടിരിക്കുക, ഒക്കെ സ്മോൾ അടിക്കാണ്ടിരിക്കുക. വെരി ഗുഡ്. ഒരു 10 നൂറ്റാണ്ട് മുമ്പായിരുന്നെങ്കിൽ നല്ല കാര്യമായിരുന്നു. നോട്ട് ഇൻ ദ 21st century. അതുകൊണ്ട് 5 പൈസയുടെ ഗുണമില്ല. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം and energy for this. If you want the fullness of life, if you want to enter into the kingdom of God, Jesus has given you 10 new commandments. ധൈര്യം ഉണ്ടെങ്കിൽ കേട്ടോളാം. ധൈര്യം ഉണ്ടോ? ഉണ്ടോ? പറയട്ടെ? ആരും മിണ്ടുന്നില്ല. പറയണോ? യെസ്. ലൂക്കായുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 27 മുതലുള്ള വചനങ്ങള്. 1-ാമത്തെ കമാൻഡ്മെന്റ്. എന്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, the first one, ശത്രുക്കളെ സ്നേഹിക്കുവിൻ. Do love your enemy. എല്ലാരും ഒന്ന് പറഞ്ഞേ, ശത്രുക്കളെ സ്നേഹിക്കുക. ഒരാ ശത്രുക്കളെ സ്നേഹിക്കുക. തള്ളവരിലൊന്ന് നോക്കി പിടിക്കുക, ഒന്ന് എണ്ണിക്കൊണ്ടിരിക്കുക. രണ്ടാമത്, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ. Do good to those who do harm to you. നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുക. മൂന്നാമത്തത്, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക. Do bless everyone who curses you. ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക. അതൊക്കെ പറഞ്ഞാൽ മതി. നാലാമത്, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. Do pray for those who persecute you, those who condemn you, those who speak evil against you. Pray for them. ആർക്ക് വേണ്ടിയിട്ടാ പ്രാർത്ഥിക്കാൻ പറഞ്ഞ? നോയമ്പ് കാലത്തില് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ആർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്? നിന്നെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 5-ാമത്തെ ഏറ്റെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? ഓക്കെ. 5-ാമത്തെ എന്താണ്? ഒരു ചെകിട്ട് തടിക്കുന്നവന് do show the other side of your cheek. Do not അല്ല പറഞ്ഞേ, do show. 5-ാമത്തത്. 6-ാമത്തത് പറയട്ടെ, മേലങ്കി എടുക്കുന്നവന് എടുക്കുന്നവന് ഉപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത്. Do not resist if somebody wants to take your coat. കോട്ടെല്ലാം ചിലപ്പോൾ വീട്ടിലെ പല സാധനങ്ങൾ എടുത്തോണ്ട് പോയിരിക്കും. കുടുംബത്തിൽ ഭാഗം വയ്ക്കുമ്പോൾ ചില സ്വത്ത് കുറച്ച് അടിച്ചു മാറ്റിയിരിക്കും. ജോലി സ്ഥലത്ത് ചില പ്രൊമോഷൻ മാറ്റിയിരിക്കും. ഓക്കെ, ബാക്കിയുള്ളതും കൂടി കൊടുക്കുക. 6, താങ്ങുന്നുണ്ടോ? Is it too heavy for this Lent period? Alright, anyway, Jesus compromise ഒന്നും ചെയ്തില്ല. ഓക്കെ, നെക്സ്റ്റ്. നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. Praise the Lord. നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. അവന്റെ ഭൂമിശാസ്ത്രവും ജാതകവും വീട്ടുപേരും ഇടവകയിൽ അച്ഛന്റെ വികാരത്തിന് എഴുത്തും കൊണ്ടുവന്നിട്ടല്ല അവന് കൊടുക്കേണ്ടത്. ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കണം. കുറച്ച് വിവേകം ഉപയോഗിക്കണം, വെറുതെ കൊടുക്കരുത്. എന്നാലും ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. 8-ാമത്തത്,
നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. എന്റെ അമ്മ എന്നാ ഈ നോയമ്പ് കാലത്ത് ശരീരം മുഴുവൻ കൊള്ളടിച്ചോണ്ട് പോകല് നാട്ടുകാരോട് അല്ലേ? നിന്റെ വസ്തുക്കൾ എടുത്തോണ്ട് പോകുന്നതിന് തിരികെ ചോദിക്കരുത്. താങ്ങുന്നുണ്ടാ? ഇല്ല. അതുകൊണ്ടാണ് പലരും ക്രിസ്തുവിന്റെ പുറകെ പോകാത്തത്. എന്തല്ലേ? ധനനഷ്ടം, മാനഹാനി, അപമാനം എല്ലാം ഉണ്ടാവും. ഓൾറൈറ്റ്. 9, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുക. 9 ഗോൾഡൻ ലോസ്. ഇതിൻ്റെ അകത്തൊന്നും ഡു നോട്ട്സ് ഇല്ല. ഇറ്റ് ഈസ് ഓൾ ഡു ഡു ഡു. 10ാമത്തെ കേൾക്കാൻ കപ്പാസിറ്റി ഉണ്ടോ? കേട്ടേക്കാം. ഇത് ഞാൻ എത്ര കേട്ടിട്ടുള്ളതാ. ചേട്ടൻ പറഞ്ഞിരുന്ന കാര്യം പണ്ട് തൊട്ടേ കേട്ടോണ്ടിരിക്കുന്നതാ. ഇതൊക്കെ നല്ല കാര്യം ബൈബിളിൽ പലതും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ജീവിതത്തിൽ പകർത്താനുള്ളതല്ല. പകർത്താനുള്ളത് എന്താണ്? ഇറച്ചി മുന്നാണ്ടിരിക്കുക, ഇറച്ചി കഴിക്കാണ്ടിരിക്കുക, മുട്ട കഴിക്കുക, മുട്ടുമേലെ പള്ളി വരെ പോവുക, പള്ളി കിടന്ന് ഉരുളുക, നിലത്ത് കിടന്ന് ഉരുളുക, വലിയ കല്ല് തല വെച്ചുകൊണ്ട് കിടക്കുക, പിന്നെ അമ്പെടുത്തുകൊണ്ട് കിടക്കുക, പിന്നെ പടക്കം പൊട്ടിക്കുക, പിന്നെ ആൾക്കാർക്ക് ഒരു സത്യം കൊടുക്കുക. ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്ത് പറഞ്ഞ കാര്യങ്ങൾ എന്നോട് ചെയ്യാൻ പറയാൻ ഇല്ലേ? എനിക്ക് സൗകര്യമുള്ള കുറെ നന്മയെന്ന് എൻ്റെ ഉപ്പാപ്പന്മാർ പഠിക്കും. അതൊന്നും നന്മയല്ല. നല്ലവനായിട്ടൊരുവൻ മാത്രം. ആരാണ്? ദൈവം. അപ്പൊ നന്മ എന്ന് പറയുന്നത് അവന്റെ വചനങ്ങളാണ് നന്മകള്. ആ വചനം കേട്ടപ്പോ ധനികനായ യുവാവ് വിഷാദിച്ചു പോയി. നിങ്ങൾക്ക് വിഷാദം ഉണ്ടാ? എന്നാ വിഷാദിക്കുന്ന സാധനം കൂടി തരാം. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? കൊടുത്തിടത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികളും പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ? എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവേ. വായ്പ വാങ്ങാൻ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ പുറത്തെ വാതിലും കൂടി ഓടുന്ന ഒരവസ്ഥയാണ് അല്ലേ? ഇതും പറ്റിയുള്ള സ്ഥാനമാണ് അല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, do lend your money to those who are in need without expecting his repayment. Do these things to your brethren, then your heavenly Father will honor you with the blessings of heaven. വിശ്വാസം ഉണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് ദൈവവിശ്വ പറയുന്നത്, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? Even the prostitutes will do it. Even the terrorists will do it. Even all the sinners, the smugglers will do it. They will lend money because they expect it will return them. Then what good is there? You Christians, you lend money the same way. Jesus is asking you. പാപികളും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച്, വലിയ പലിശക്കാര് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വില വായ്പ കൊടുക്കാറുണ്ട്. പിന്നെ നിങ്ങൾ കടം കൊടുക്കുന്നതിൽ എന്ത് മേന്മ? So we sing yes Lord. Okay? All right. Come on everybody. Trading my sorrows, yes Lord, I'm trading my shame. I'm laying them down for the joy of the Lord, for the joy of my Lord. I'm trading my sickness,
Yes, Lord, yes, Lord, yes, yes, Lord. Yes, Lord, yes, Lord, yes, yes, Lord. Amen. La 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 la. La 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 la. La 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 la. Amen. One more time, one more time, come on. La 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 la. La 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 la. Hey, la 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 la. Amen. We sing yes, Lord, come on. Yes, Lord, yes, Lord, yes, yes, Lord. Come on, man. Lord, yes, Lord, yes, yes. Come on again. Yes, Lord, yes, Lord, yes, yes, Lord. Amen. Amen. One more time again. Yes, Lord. Yes, Lord, yes, Lord, yes, yes, Lord. Yes, Lord, yes, Lord, yes, yes, Lord. Yes, Lord, yes, Lord, yes, yes, Lord. Amen. Yes, Lord, yes, Lord, yes, yes, Lord. Yes, Lord, yes, Lord, yes, yes, Lord. Yes, Lord, yes, Lord, yes, yes, Lord. Amen.